നമ്മൾ ഗുരുവിനെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. ഗുരുവിനെ എപ്പോഴും നമ്മൾ ആദരിക്കുക തന്നെ വേണം. എല്ലാ വർഷവും ഇത് തുടർന്നുകൊണ്ട് പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊരു വിവാദ വിഷയമേ ആക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു നല്ല കാര്യം തുടങ്ങുമ്പോൾ ഗുരു കാരണന്മാരുടെ കാലം തൊട്ട് വന്ദിച്ചിട്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനെ എതിർക്കുന്ന ആളുകൾ തന്നെ പഠിപ്പിക്കുന്ന ആളുകളുടെ കസേര കത്തിക്കുകയും കരിയോലൊഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെയൊക്കെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ട്. ഗുരുപൂജ വേണ്ടതാണ്. നമ്മളുടെ കുട്ടികൾക്ക് ഗുരുക്കന്മാരോടുള്ള ഒരു ആദരവ് കാണിക്കുന്ന ഒരു ദിവസം. മുതിർന്ന ഒരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എപ്പോഴും കാല് കഴുകി വന്ദിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയാണ് കുട്ടികൾക്കും അതിലൊരു വിരുദ്ധ അഭിപ്രായമൊന്നും തോന്നിയിട്ടില്ല. അവർ വളരെ സന്തോഷമായിട്ടാണ് അവരുടെ അധ്യാപകരെ അന്ന് ആരതി ഒഴിഞ്ഞ് ചെയ്തത്. ഗുരുക്കന്മാരിൽ നിന്ന് അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ ഗുരുവിനെ ആദരിക്കുന്നു. ഞങ്ങൾ ആരതി ഒഴിഞ്ഞ് ഒരു കളഭം തൊട്ട് കൊടുത്ത് ആദരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മുതിർന്നവരുടെ കാലുതൊട്ട് തൊഴിലൊക്കെ ഞങ്ങളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ്. ഗുരുപൂജ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഗുരുക്കന്മാരെ ഞങ്ങൾ ആദരിക്കുന്നതായിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം കിട്ടാനും അങ്ങനെയൊക്കെ